കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കണം എന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. അവരുടെ ആ നിലപാട് ധിക്കാരപരമായ നിലപാടാണ്, ഏകപക്ഷീയമായ നിലപാടാണ്. തീരദേശ ജനതയോടും മത്സ്യത്തൊഴിലാളികളോടും കേരളത്തോടും അടക്കമുള്ള തീരപ്രദേശങ്ങളോടും വെല്ലുവിളിയാണത്. ആ വെല്ലുവിളിയുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പോയാൽ അതേ സ്വരത്തിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കും. അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ, തീരദേശ മേഖലയുടെ വല്ലാത്ത ആദിയും ചങ്കിടിപ്പുമായി മാറുന്നുണ്ട് ഇപ്പോൾ ആ കടൽ മണൽ ഖനന നയമാറ്റ തീരുമാനം. അപ്പോൾ അതിൽ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കാൻ ഈ മാർച്ചിന് കഴിഞ്ഞോ അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും. അതായത് സംസ്ഥാനത്ത് രൂപപ്പെട്ട ആ സമരം അതിപ്പോൾ രാജ്യ തലസ്ഥാനത്താണ് ആ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 500-ലധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടക്കം ഈ പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമാകുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്നത് വി ശിവദാസൻ എംപി പാർലമെന്റ് മാർച്ചിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദിയിൽ കെ രാധാകൃഷ്ണൻ എംപി ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് എംപിമാരും അല്പം മുൻപ് ജോൺ ബ്രിട്ടാസ് എംപി ഇവിടെ നിന്ന് സംസാരിച്ച് മടങ്ങുകയും ചെയ്തു. എന്തായാലും ആ എംപിമാരുടെ ഒരു പിന്തുണ കൂടി ഈ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ പാർലമെന്റ് മാർച്ചിനുണ്ട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. അതായത് കേരള തീരത്ത് ഒരു തരത്തിലുള്ള മണൽ ഖനനവും കടൽ മണൽ ഖനനവും പാടില്ല, ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ ഇതൊരു സ്വകാര്യ കമ്പനിക്കാണ് ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്താനായി നൽകിയിരിക്കുന്നത്. അതിൽ ഒരു വിശ്വാസവും ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വയ്ക്കുന്നില്ല. അത് ഈ കമ്മിറ്റി മാത്രമല്ല, എംപിമാർ ഉൾപ്പെടെ അത് പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എംപിമാർ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ അണിനിരന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഈ ആശങ്കകൾ പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങണം, നിലവിലെ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പാർലമെന്റ് മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, അച്യുതനാണ്. കടൽ മണൽ ഖനനത്തിൽ പ്രതിഷേധ മാർച്ചുമായി കേരളത്തിൽ നിന്ന് എംപിമാർ. കേരളത്തിന്റെ ആശങ്ക കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തലായിരുന്നു ആ പ്രതിഷേധ മാർച്ചിന്റെ ലക്ഷ്യം.